അയാൾ FIUGP കേരള യൂണിവേഴ്സിറ്റി S2 പോപ്പുലർ ലിറ്ററേച്ചർ പേപ്പറിലുള്ളൊരു നോവലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോവലിൻ്റെ നെയിം ക്യാരി എന്നാണ്. ഇറ്റ്സ് എ നോവൽ റിട്ടൺ ബൈ സ്റ്റീഫൻ കിങ്. ഇത് നമ്മുടെ ആ നോവലിൻ്റെ കവർ പേജാണ്. സോ അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് എ നോവൽ ഓഫ് എ ഗേൾ വിത്ത് എ ഫ്രൈറ്റനിങ് പവർ. സോ ഇതാണ് ക്യാരി നോവലിൻ്റെ ടാഗ് ലൈൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സബ് ടൈറ്റിൽ എന്ന് പറയുന്നത്. സോ ഒന്ന് നോക്കി വെച്ചേക്കുക, മേ ബി 1 മാർക്ക് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാൻ പറ്റും. So the tagline of Carrie novel is a novel of a girl with a frightening power. So it's written by Stephen King. So he's an American author and he is widely known for his horror novels. So that is his area of writing. Horror ആണ് പുള്ളിക്കാരൻ കൂടുതലും എഴുതുന്നത്. And he has been crowned as the king of horror. സോ പേരിൽ സ്റ്റീഫൻ കിങ് എന്നുള്ളതുകൊണ്ട് തന്നെ പുള്ളിക്കാരനെ കിങ് ഓഫ് ഹൊറർ എന്നാണ് അറിയപ്പെടുന്നത്. വേറെ കുറച്ച് ജേണേഴ്സും പുള്ളിക്കാരൻ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അതിൽ പെടുന്നതാണ് സസ്പെൻസ്, ക്രൈം, സയൻസ് ഫിക്ഷൻ, ഫാൻറ്റസി ഒക്കെ വരുന്നുണ്ട്. ആൻഡ് ഹി ഹാസ് ഓൾസോ പബ്ലിഷ്ഡ് മെനി ഷോർട്ട് സ്റ്റോറീസ് എമംഗ് വിത്ത് ഹിസ് നോവൽസ്. സോ നോവൽ എഴുതുമായിരുന്നു, കഥകളും എഴുതുന്ന ആളാണ്, ചെറുകഥകളും. സോ ഹിസ് ഡെബ്യൂ ക്യാരി എസ്റ്റാബ്ലിഷ്ഡ് ഹിം ഇൻ ഹൊറർ. സോ ഹൊററിലെ ആദ്യമായിട്ട് എഴുതിയിട്ടുള്ള വർക്ക് അല്ലെങ്കിൽ ആദ്യത്തെ നോവൽ എന്ന് പറയുന്നതാണ് ക്യാരി. 1974 റിലീസായിട്ടുള്ള അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്ത് വന്ന നോവലായിരുന്നു ക്യാരി. സോ ആ ഒരു നോവലാണ് പുള്ളിക്കാരനെ ഒരു ഹൊറർ നോവലിസ്റ്റായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുള്ളായത്. സോ നമുക്കിനി ക്യാരിയിലോട്ട് കടക്കുന്നതിന് മുന്നേ ഒരു ഹൊറർ ഫിക്ഷൻ്റെ ഉദാഹരണമാണ് ക്യാരി. സോ എന്താണ് ഹൊറർ ഫിക്ഷൻ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകാം. ഹൊറർ ഫിക്ഷൻ ഇസ് എ ജോൺറ ഓഫ് ലിറ്ററേച്ചർ that aims to evoke fear, suspense and a sense of dread in readers. സോ വായിക്കുന്ന ആൾക്കാരിൽ പേടി അല്ലെങ്കിൽ ഒരു സസ്പെൻസ്, ഇനി എന്താവും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി, ഒരു എന്താ പറയുക, ഒരു ആങ്സൈറ്റി, ഇതെല്ലാം വായിക്കുന്ന ആൾക്കാർക്ക് തോന്നുന്ന ഒരു ടൈപ്പ് ഓഫ് ലിറ്ററേച്ചർ അല്ലെങ്കിൽ സാഹിത്യമാണ് ഹൊറർ ഫിക്ഷൻ എന്ന് പറയുന്നത്. സോ ഹൊറർ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, നമ്മളെ പേടിപ്പെടുത്തുന്നത്. ഇറ്റ് ഓഫൻ എക്സ്പ്ലോർസ് തീംസ് ഓഫ് ദ സൂപ്പർ നാച്ചുറൽ, ദി അൺനോൺ, സൈക്കോളജിക്കൽ ടെറർ ആൻഡ് ഹ്യൂമൻ ഓർ മോൺസ്ട്രസ് ഈവൽ. സോ അതിനകത്ത് സൂപ്പർ നാച്ചുറൽ കാര്യങ്ങൾ വരുന്നുണ്ട്. നമുക്കറിയാത്ത സാധനങ്ങൾ മിക്കപ്പോഴും നമുക്ക് പേടിയാണ്. അപ്പോൾ നമുക്കറിയാത്ത എന്തൊക്കെയോ, പിന്നെ സൈക്കോളജിക്കലി ഉള്ള, മാനസികമായിട്ട് നമ്മളെ പേടിപ്പിക്കാൻ പറ്റുന്നത്, പിന്നെ മനുഷ്യനെയും ചില സമയത്ത് ഈവിളായിട്ടുള്ള മോൺസ്ട്രസ് ആയിട്ടുള്ള ആൾക്കാർ, നമ്മൾ ഈ പ്രേതം, പിശാച് എന്നൊക്കെ പറയുന്ന ആ ഒരു ടൈപ്പ് ഓഫ് തീംസും ഈ ഒരു ജോൺറെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. The goal is to provoke emotional and physical reactions such as anxiety, shock or even disgust. സോ നമുക്കൊരു പേടി, ഒരു മരവിപ്പ് അല്ലെങ്കിൽ ഒരു അവജ്ഞ, ഇതെല്ലാം നമ്മളിൽ ഉളവാക്കാൻ ഹൊറർ ഫിക്ഷന് പറ്റും. അതാണ് അതിൻ്റെ ഒരു ഗോൾ എന്ന് പറയുന്നത്. ഇനി കുറച്ച് കീ എലമെൻറ്റ്സ് ഉണ്ട്. ഫിയർ ആൻഡ് സസ്പെൻസ് ഉണ്ടാവും. സ്റ്റോറി ബിൽഡ്സ് ടെൻഷൻ, കീപ്പിംഗ് റീഡേഴ്സ് ഓൺ എഡ്ജ്. നമ്മളെ ഈ ഒരു സീറ്റ് എഡ്ജ് ത്രില്ലർ എന്നൊക്കെ പറയുന്ന പോലെ ഇനി എന്താവും എന്ന് തോന്നിക്കുന്നൊരു ഫിയർ ആൻഡ് സസ്പെൻസ് കൊണ്ടുവരുന്നതുണ്ട്. സൂപ്പർ നാച്ചുറൽ ഓർ അൺഎക്സ്പ്ലെയിൻഡ് ഈവൻറ്റ്സ്, പ്രേതങ്ങൾ, ഡീമൻസ്, വാമ്പയേഴ്സ്, ഇവരുടെയൊക്കെ പിന്നിലുള്ള സയൻസ് എന്താണ്, അല്ലെങ്കിൽ ഇവരൊക്കെ ആരാണ്, ഇതെങ്ങനെ സംഭവിച്ചു എന്നൊന്നും ചില സമയത്ത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെയുള്ള അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള, ഒന്നിനും ഒരു ലോജിക്കൽ എക്സ്പ്ലനേഷൻ ഇല്ലാണ്ട് പോകുന്ന കാര്യങ്ങളും ഇതിൻ്റെ ഒരു കീ എലമെൻറ്റ്സിനകത്ത് വരുന്നതാണ്. ദെൻ സൈക്കോളജിക്കൽ ഹൊറർ ഫോക്കസസ് ഓൺ ദ മൈൻഡ്സ് പാരനോയ ഓർ ഇൻറ്റേർണൽ ഫിയേഴ്സ്. സോ ചില ഹൊറർ മൂവീസൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയുമായിരിക്കും, ശരിക്കും അങ്ങനെ ഒരാളെ ഉണ്ടാവത്തില്ല, ഇതെല്ലാം മൈൻഡിൻ്റെ ഒരു തോന്നലായിരിക്കും എന്ന് പറയുന്നൊരു ലെവൽ ഓഫ് തിങ്. ഇപ്പോൾ ഉദാഹരണത്തിന് മണിച്ചിത്രത്താഴിൽ നാഗവല്ലി ആയിട്ട് ഗംഗ മാറുന്ന എന്നൊക്കെ പറയുന്ന ഒരു സംഭവം നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതൊരു സൈക്കോളജിക്കൽ ഹൊററാണ്. ദെൻ ഡാർക്ക് അറ്റ്മോസ്ഫിയർ, ഇറ്റ് ഹാസ് ഗ്ലൂമി സെറ്റിങ്സ്, ഈറി ലൊക്കേഷൻ ഓർ ഐസൊലേറ്റഡ് ക്യാരക്ടേഴ്സ്. ഒട്ടുമിക്ക ഒരു ഹൊറർ സെറ്റിങ്ങിലും വരുന്ന കാര്യമാണിത്. അധികം ആൾ താമസമില്ലാത്തൊരു പ്രദേശം, അല്ലെങ്കിൽ ഭയങ്കര ഇരുട്ടടഞ്ഞ് കിടക്കുന്ന ഒരു വലിയ കൊട്ടാരം, അബാൻഡൻ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വീട്, അങ്ങനെയൊക്കെയുള്ളൊരു ഡാർക്ക് അറ്റ്മോസ്ഫിയർ. ദെൻ വയലൻസ് ആൻഡ് ഡെത്ത് ഓഫൻ ഇൻക്ലൂഡ്സ് ഗ്രാഫിക് ഓർ ഡിസ്റ്റർബിങ് ഇവൻറ്റ്സ്. സോ ചില പ്രേത ആൾക്കാരെ കൊല്ലുന്നതാവട്ടെ, വയലൻസ്, ബ്ലഡ് ഷെഡ്, ഇതൊക്കെ കണ്ട് ആളുകൾക്ക് ഒന്ന് ഡിസ്റ്റർബിങ് ആവുന്ന ലെവലിലും ഹൊറർ ഫിക്ഷൻസ് വരാറുണ്ട്. ദി അൺനോൺ, ഫിയർ ഓഫ് വാട്ട് കനോട്ട് ബി അണ്ടർസ്റ്റുഡ് ഓർ കൺട്രോൾഡ്. ചില സമയത്ത് ഏതെങ്കിലും ഒരു ജീവി വന്ന ആൾക്കാർ ഉപദ്രവിക്കുന്നതായിട്ട് കാണിക്കുന്നു എന്ന് വിചാരിച്ചോളൂ, ആ ജീവി എങ്ങനെ ഉണ്ടായി എന്നൊരു എക്സ്പ്ലനേഷനൊന്നുമില്ല. സോ നമുക്കറിയാത്തതും നമ്മൾ കണ്ടിട്ടില്ലാത്തതും നമുക്കൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റാത്തതുമായ സാധനങ്ങൾ നമ്മൾ ഒരുപാട് പേടിപ്പിക്കാറുണ്ട്. ഇനി ഹൊറർ ഫിക്ഷൻ്റെ എക്സാമ്പിളായിട്ട് ഡ്രാക്കുള പറയാം, ബ്രാം സ്റ്റോക്കറിൻ്റെ, മേരി ഷെല്ലിയുടെ ഫ്രാങ്കൻസ്റ്റൈൻ,
സ്റ്റീഫൻ കിങ്ങിൻ്റെ ദ ഷൈനിങ്, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഓതറിൻ്റെ തന്നെ ഷൈനിങ് എന്ന് പറഞ്ഞിട്ട് വരുന്നൊരു വേറൊരു നോവലൂടെ ഉണ്ട്. ഇതെല്ലാം നമുക്ക് ഹൊറർ ഫിക്ഷനിൽ പറയാൻ പറ്റും. നമുക്ക് പഠിക്കാനുള്ള പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റാണ് ക്യാരി. അതിൻ്റെ സ്റ്റോറി നോക്കുക, ഒരു അത്യാവശ്യം വലിയ ഒരു നോവൽ തന്നെയാണ്. നമുക്കതിൻ്റെ ഏറ്റവും നമുക്ക് വേണ്ട ബേസിക് കഥ മാത്രം പറഞ്ഞു പോവാം. ക്യാരി വൈറ്റ്, a 16-year-old outcast in Camberlane, Maine, is bullied for her appearance and strict religious upbringing. സോ മെയിൻ എന്ന് പറയുന്ന സ്ഥലത്തെ ക്യാമ്പർലൈൻ എന്ന് പറയുന്ന വേറൊരു ചെറിയ സ്ഥലം, അതാണ് ഇവർ താമസിക്കുന്ന സ്ഥലം. അവിടെയുള്ള ഒരു 16 വയസ്സുള്ള എല്ലാവരും ഔട്ട്കാസ്റ്റ് ആയിട്ട് മാർജിനലൈസ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ പുറത്താക്കുന്ന, ആരും കൂട്ടുകൂടാത്ത ഒരു പെൺകുട്ടിയായിരുന്നു ക്യാരി വൈറ്റ്. 16 വയസ്സാണ് പുള്ളിക്കാരിക്ക് ഉണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ് എല്ലാവരും ഒറ്റപ്പെടുത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുള്ളിക്കാരിയുടെ ഒരു അപ്പിയറൻസ്, 16 വയസ്സുള്ള ഒരു ടീനേജർ ആണെങ്കിൽ പോലും ഒത്തിരി ഒരു വയസ്സായ രീതിയിലുള്ളൊരു ഡ്രസ്സിങ്ങും, പിന്നെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റിലീജിയസ് അപ്ബ്രിങ്ങിങ് ആണ്. ഒത്തിരി ചിരിക്കാൻ പാടില്ല, ഒത്തിരി ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാൻ പാടില്ല, എങ്കിൽ ഭൂമിയിൽ നിന്നും നമുക്ക് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റില്ല എന്നൊക്കെ വിചാരിക്കുന്ന ഒരമ്മയാണ് ക്യാരി വൈറ്റിനെ വളർത്തുന്നത്. സോ അതുകൊണ്ട് തന്നെ ക്യാരി വൈറ്റിന് കൂട്ടുകാരൊന്നും ഇല്ല, ഒറ്റപ്പെട്ട ഒരു രീതി പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ഷീ ഗെറ്റ്സ് ഹർ ഫസ്റ്റ് പീരീഡ് അറ്റ് സ്കൂൾ ആൻഡ് ഹർ ക്ലാസ്മേറ്റ്സ് ലെഡ് ബൈ ക്രിസ് ഹാർഗൻഷൻ ഹ്യൂമിലിയേറ്റ് ഹർ. സോ ഇതിൽ ഈ ക്രിസ് എന്ന് പറയുന്നത് ഇത് ഒരു പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടിയാണ് നമുക്കൊരു ആൻറ്റഗോണിസ്റ്റ് അല്ലെങ്കിൽ ഒരു മെയിൻ വില്ലൻ കഥാപാത്രമായിട്ട് പറയാൻ പറ്റുന്നത്. ക്യാരി വൈറ്റിന് തൻ്റെ ആദ്യത്തെ പീരീഡ്സ് അല്ലെങ്കിൽ മെൻസ്ട്രേഷൻ ആദ്യമായിട്ട് ലഭിക്കുന്നത് സ്കൂളിൽ വെച്ചിട്ടാണ്. പക്ഷെ അതെന്താണെന്നൊന്നും ഈ കുട്ടിക്ക് അറിയത്തില്ല. അമ്മ വളരെ റിലീജിയസ് ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു മാറ്റേഴ്സും മോളുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടില്ല. സോ അങ്ങനെ പേടിച്ചിരിക്കുന്ന ഈ കുട്ടീനെ ഈ ക്രിസ് ഹാഗൻസ്റ്റൺ വന്നിട്ട് വേറെ ഒരു ടീം ഓഫ് കുട്ടികളുമായിട്ട് കളിയാക്കുകയും ഉപദ്രവിക്കാനും ശ്രമിക്കുന്നുണ്ട്. ക്യാരി ഡിസ്കവേഴ്സ് ഷീ ഹാസ് ടെലികൈനറ്റിക് പവേഴ്സ് വിച്ച് ഷീ ഫസ്റ്റ് യൂസ്ഡ് ആസ് എ ചൈൽഡ്. സോ ഈ ഒരു മൊമെൻറ്റിൽ ഒത്തിരി ഫ്രസ്ട്രേറ്റഡ് ആയിട്ട്, ഒന്നാമത് ബ്ലഡ് പോകുന്നുണ്ടെന്നുള്ളൊരു പേടിയുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടി എല്ലാവരും വന്ന് കളിയാക്കുന്നുണ്ട്. സോ അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യാരി പെട്ടെന്ന് കൈ എടുത്തിട്ട് വീശുമ്പോഴത്തേക്കും അവിടെ ആ റൂമിലുണ്ടായിരുന്ന ബൾബെല്ലാം പൊട്ടിത്തെറിക്കുന്നുണ്ട്. സോ ഇതാണ് ടെലികൈനറ്റിക് പവേഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ലൈക്ക് വി ക്യാൻ മൂവ് തിങ്സ് വിത്തൗട്ട് ആക്ച്വലി ടച്ചിങ് ദം. നമ്മൾ ഒരു ഫിസിക്കലി ഇപ്പോൾ ഒരു സാധനം എടുക്കാണ്ട് തന്നെ, ഈ ചില സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ, കൈ കാണിക്കുമ്പോഴത്തേക്കും ആ സ്ഥലം പൊട്ടിത്തെറിക്കുക, വെറുതെ ഒന്ന് കൈ അനക്കുമ്പോഴത്തേക്കും ഒരു സ്ഥലത്തു നിന്നും വേറൊരു സ്ഥലത്തോട്ടൊരു വസ്തു ചലിക്കുക, ഇതിനാണ് ടെലികൈനറ്റിക് പവേഴ്സ് എന്ന് പറയുന്നത്. സോ ആ മൊമെൻറ്റിലാണ് ക്യാരിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവുന്നത് തനിക്ക് ഇങ്ങനൊരു പവർ കയ്യിലുണ്ട്. അത് ആദ്യമായിട്ട് വളരെ ചെറിയൊരു കുട്ടിയായിരുന്ന സമയത്താണ് ഇത് മനസ്സിലാക്കിയത്. പക്ഷെ അപ്പോഴെല്ലാം അമ്മ ഭയങ്കര റിലീജിയസ് ആണല്ലോ, എന്തോ ഈ കുട്ടിക്ക് പൈശാചികമായിട്ടുള്ള എന്തോ ഉണ്ടെന്ന് കരുതിയിട്ട് ആ ഒരു സെക്ടർ അതിനെ അധികം എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത് എക്സ്പ്ലോയിറ്റ് ചെയ്ത് നോക്കാണ്ട് അതിനെ മറച്ചു വെച്ചാണ് ഈ കുട്ടീനെ വളർത്തിക്കൊണ്ട് വരുന്നത്, ഇങ്ങനൊരു പവറുള്ള കാര്യം. ഹെർ ഫനാറ്റിക്കൽ മദർ മാർഗരറ്റ് വൈറ്റ് പണിഷസ് ഹെർ ബിലീവിങ് മെൻസ്ട്രേഷൻ ഇസ് സിൻഫുൾ. സോ വീട്ടിലെത്തിയപ്പോഴത്തേക്കും അമ്മ ഈ കുട്ടിയെ കെയിൻ വെച്ചിട്ട് ബെൽറ്റ് വെച്ചിട്ടൊക്കെ അടിക്കുന്നുണ്ട്. ഒരു പാപി ആയതുകൊണ്ടാണ് മെൻസ്ട്രേഷൻ സംഭവിച്ചതെന്ന്, അല്ലാണ്ട് ഇതൊരു വളരെ പ്യുവർലി ബയോളജിക്കലായിട്ടുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ പേടിച്ച് വന്ന മോളെ ആശ്വസിപ്പിക്കുകയല്ല ആ അമ്മ ചെയ്യുന്നത്, മോളെ വീണ്ടും തല്ലുകയും ഉപദ്രവിക്കുകയാണ്. മിസ് ഡെസ്ജാർഡിൻ ദി ജിം ടീച്ചർ പണിഷസ് ദ ബുള്ളീസ്. സോ ഇങ്ങനൊരു ബുള്ളിങ് നടന്നത് പിന്നീട് അവിടുത്തെ ജിം ടീച്ചർ അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുട്ടികളെ പണിഷ് ചെയ്യുന്നുണ്ട്. ഈ ബുള്ളി ചെയ്ത പെൺകുട്ടികളെയും കുറച്ച് ആൺകുട്ടികളുണ്ട്, ഇവരെ എല്ലാവരെയും ഒരു ഇവൻറ്റിൽ നിന്നും, പ്രോം എന്ന് പറയുന്ന ഒരു ഇവൻറ്റിൽ നിന്നും ഇവരെ എല്ലാവരെയും മാറ്റി നിർത്തുകയാണ്. നിങ്ങൾക്ക് ആർക്കും പ്രോമിന് വരാൻ പറ്റില്ല, അതാണ് ഇവർക്ക് കൊടുക്കുന്ന ശിക്ഷ. ക്രിസ് ആംഗ്രി അറ്റ് ബീങ് ബാൻഡ് ഫ്രം പ്രോം പ്ലാൻസ് റിവെഞ്ച്. സോ ഇത് കേട്ടപ്പോഴത്തേക്കും ക്രിസിന് കുറച്ച് ദേഷ്യമായി. നമ്മുടെ ക്യാരി കാരണമാണല്ലോ ഈ ഒരു പ്രോമിന് പോകാൻ പറ്റാത്തത്. പ്രോം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ പ്രോം ഇവൻറ്റ്സ് ഇല്ല. വെസ്റ്റേൺ ഒരു കൾച്ചറിൽ പ്രോം എന്ന് പറയുന്നത് ഹൈസ്കൂൾ സ്റ്റുഡൻസ് എല്ലാവരും ഒരു രാത്രി ഒരു പയ്യൻ ഒരു പെൺകുട്ടീനെ വിളിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു പാർട്ടി സാധനമാണ്, ഇവർ ഒന്നിച്ച് ഡാൻസൊക്കെ കളിച്ചിട്ട് വരുന്നൊരു പരിപാടിയാണ് പ്രോം ഇവൻ്റ് എന്ന് പറയുന്നത്. സോ അതിന് പോകാൻ പറ്റാത്തതിൻ്റെ ദേഷ്യത്തിന് ക്രിസ് എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസിൻ്റെ ബോയ് ഫ്രണ്ടുമായിട്ട് ഒരു റിവെഞ്ച് പ്ലാൻ ചെയ്യുന്നുണ്ട്. സൂസ്നെൽ ഫീലിംഗ് ഗിൽറ്റി കൺവിൻസസ് ഹെർ ബോയ് ഫ്രണ്ട് ടോമി ടു ടേക്ക് ക്യാരി ടു പ്രോം. സോ സൂസ്നെൽ എന്ന് പറയുന്ന വേറൊരു പെൺകുട്ടിയുണ്ട്, ക്യാരിയുടെ തന്നെ ക്ലാസ്മേറ്റ് ആണ്. ആ പെൺകുട്ടി ഒരല്പം കരുണ ഉള്ളൊരു കുട്ടിയാണ്. നോക്കുമ്പോഴത്തേക്കും എന്തായാലും ക്യാരിനെ ഈ ഒരു അപ്പിയറൻസൊക്കെ കാരണം ആരും പ്രോം ഇവൻറ്റിലേക്ക് ക്ഷണിക്കത്തില്ല. സോ ഫോർ ദിസ് ഇവൻറ്റ് എ ബോയ് ഹാസ് ടു ഇൻവൈറ്റ് എ ഗേൾ ടു ഗോ വിത്ത് ഹിം. അപ്പം അങ്ങനെ ആരും ഇല്ലല്ലോ എന്നോർത്ത് സൂസ്നെൽ എന്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ട് ടോമീൻ്റെ അടുത്ത് പറയും, പ്രോമിന് നീ എന്നെ കൊണ്ടുപോകണ്ട, പകരം ക്യാരീനെ വേണം കൊണ്ടുപോകാൻ.
ഒരു ഗിൽറ്റ് എല്ലാവരും ക്ലാസ്സിലുള്ളവരെല്ലാവരും ഒറ്റപ്പെടുത്തുന്ന ഒരു പെൺകുട്ടിയോട് തോന്നുന്ന ഒരു സഹതാപത്തിൻ്റെ പുറത്ത് അങ്ങനെ പറയുന്നുണ്ട്. അറ്റ് പ്രോം ക്യാരി ഈസ് വെൽക്കംഡ് ബൈ ഹർ പിയേഴ്സ് ആൻഡ് ക്രൗൺഡ് പ്രോം ക്യൂൻ. അങ്ങനെ നോക്കുമ്പോഴേക്കും ക്യാരി നോക്കുമ്പോൾ വളരെ വെൽക്കമിങ് ആയിട്ട് പ്രോം നൈറ്റിന് പോകുന്നുണ്ട്. പക്ഷേ അതിന് മുന്നേ മദറുമായിട്ടൊരു അടി കൂടുന്നുണ്ട്. മദർ പറയുന്നുണ്ട് പ്രോം നൈറ്റിനൊന്നും പെൺകുട്ടികൾ പോകാൻ പാടില്ല, അതെല്ലാം സിൻഫുൾ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അമ്മയുടെ കൂടെ അമ്മയുടെ വാക്ക് വകവയ്ക്കാണ്ടാണ് ക്യാരി ഇങ്ങോട്ട് പോകുന്നത്. പക്ഷെ അവിടെ എത്തിയപ്പോഴത്തേക്കും അതുവരെ ബുള്ളി ചെയ്തുകൊണ്ടിരുന്ന, മൈൻഡ് ചെയ്യാതിരുന്ന കൂട്ടുകാരെല്ലാം ക്യാരിയെ വളരെ നല്ല രീതിയിൽ വെൽക്കം ചെയ്യുന്നു. മാത്രമല്ല പ്രോം ക്വീൻ എന്ന് പറയുന്ന ഒരു ടൈറ്റിലും ക്യാരിക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ പിന്നീടാണ് ഈ ടൈറ്റിലിൻ്റെയൊക്കെ പിന്നിലുള്ള ഒരു ചതി മനസ്സിലാവുന്നത്. ക്രിസിൻ്റെ ബോയ് ഫ്രണ്ടായിട്ടുള്ള ബില്ലി നോളനും ചേർന്ന് ബാക്കിയുള്ള കുട്ടികളെ പറഞ്ഞ് ഇതിവരുടെ ഒരു പ്രാങ്കായിരുന്നു. പ്രാങ്ക് എന്നല്ല, ഇവരുടെ ഒരു റിവെഞ്ചിൻ്റെ പാർട്ടായിരുന്നു. അവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ പിഗ് ബ്ലഡ് ക്യാരിയുടെ ദേഹത്തോട്ട് ഒഴിച്ചു. ഓക്കെ, ദേഹത്തെ ഫുള്ള് പന്നിയുടെ ചോര കൊണ്ടുവന്ന് ദേഹത്ത് ഫുൾ, അപ്പോൾ വളരെ നല്ല രീതിയിൽ ഉടുപ്പൊക്കെ ഇട്ടിട്ട് വന്നിട്ട് ദേഹത്ത് ചോരയും കൂടി ആകുമ്പോഴത്തേക്കും വളരെ ഭയാനകമായ രീതിയിൽ വന്നു. Humiliated, Carrie loses control using her telekinesis to destroy the school and kill many classmates. സോ അപ്പോഴത്തേക്കും ഭയങ്കര ദേഷ്യമായിപ്പോയി. ആ ഒറ്റൊരു മൊമെൻ്റാണ് ക്യാരിയുടെ ലൈഫിലെ സന്തോഷിക്കാൻ കിട്ടിയിട്ടുള്ള ഒരേ ഒരു മൊമെൻറ്റ്. ബാക്കി ഒരിക്കൽ പോലും ഒരു അപ്രിസിയേഷനോ ആൾക്കാരൊന്ന് അഡ്മിറേഷനോടുകൂടി നോക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ആ മൊമെൻറ്റ് പോലും ഫേക്കായിരുന്നു. മാത്രമല്ല ഇത്രയും വലിയൊരു ഹ്യൂമിലിയേഷൻ, നമ്മുടെ ഫുൾ ദേഹത്തൊരു മൃഗത്തിൻ്റെ ചോര ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ ഹ്യൂമിലിയേറ്റിംഗ് ആണ്. സോ അപ്പോഴേക്കും ഫുൾ കൺട്രോൾ യൂസ് ചെയ്തിട്ട് ആ ടെലികൈനസിസ് പവർ യൂസ് ചെയ്യാൻ തുടങ്ങി, സ്കൂളിനെയും തകർക്കാൻ തുടങ്ങി. ഒത്തിരി ഇടയ്ക്ക് കയറി വന്ന ക്ലാസ്മേറ്റ്സിനെ കൊന്നു കളഞ്ഞു. ക്യാരി വ്രെക്സ് ഹാവോക്ക് ഓൺ ദ ടൗൺ കില്ലിങ് ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ. സോ അവിടെ ഒന്നും നിൽക്കുന്നില്ല. ക്യാരി പുറത്തോട്ട് ഇറങ്ങിയിട്ട് വൺസ് ദിസ് പവേഴ്സ് ആർ ബീങ് യൂസ്ഡ്, ഇതെങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടതെന്ന് ഈ കുട്ടിക്ക് തന്നെ അറിയത്തില്ല. അങ്ങനെ ആ നാടിനെ ഫുൾ ഒരുപാട് ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിളിനെ കൊല്ലാൻ തുടങ്ങി. ഷീ റിട്ടേൺസ് ഹോം വെർ മാർഗരറ്റ് സ്റ്റാബ്സ് ഹെർ ബിലീവിങ് ഷീ ഈസ് പൊസസ്ഡ്. സോ വീട്ടിലെത്തിയപ്പോഴത്തേക്കും അമ്മയ്ക്ക് മനസ്സിലായി മോൾക്ക് എന്തൊക്കെയോ കുഴപ്പമുണ്ട്, മോൾ ആൾക്കാരെ കൊന്നിട്ടാണ് വരുന്നതെന്ന്. അതുകൊണ്ട് എന്ത് ചെയ്തു, അമ്മ മോളെ ഒരു നൈഫ് വെച്ചിട്ട് കുത്തുന്നുണ്ട്, സ്റ്റാബ് ചെയ്യുന്നുണ്ട്. കാരണം വിശ്വസിക്കുന്നത് പൊസസ്ഡ് ആണ്, എന്തോ ഒരു പ്രേതമോ പിശാചോ എന്തോ മോളുടെ ദേഹത്ത് കയറിയിട്ടുണ്ടെന്ന്, അങ്ങനെ ഒരു ബിലീഫിൻ്റെ പുറത്ത് അത് ചെയ്യുന്നത്. ക്യാരി കിൽസ് ഹെർ മദർ ഇൻ സെൽഫ് ഡിഫെൻസ് ബട്ട് ഈസ് മോർട്ടലി വൂണ്ടഡ്. സോ അമ്മയെ തിരിച്ച് സെൽഫ് ഡിഫെൻസിൻ്റെ പേരിൽ കുത്തുന്നുണ്ട് മോളും, ക്യാരി കുത്തുന്നുണ്ട്, പിന്നെ ഈ പവേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അമ്മ മരിക്കുന്നുണ്ട്. പക്ഷേ അതിന് മുന്നേ അമ്മ കുത്തിയ കുത്തിൽ നിന്ന് ക്യാരി ആൾക്കാരെ കൊല്ലുന്നതിൻ്റെ ഇടയിൽ, ഈ പവേഴ്സ് യൂസ് ചെയ്യുന്നതിൻ്റെ ഇടയിലും ഒത്തിരി എക്സോസ്റ്റഡ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മരിക്കുന്ന തരത്തിൽ വൂണ്ടഡ് ആവുന്നുണ്ട്. സൂ ഫൈൻസ് ക്യാരി ബിഫോർ ഷീ ഡൈസ് ആൻഡ് ക്യാരി റിയലൈസസ് സൂ വാസ് നോട്ട് പാർട്ട് ഓഫ് ദി പ്രാങ്ക്. സോ അപ്പോൾ ഇനി നമ്മൾ ക്യാരിയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ആലോചിക്കുകയാണെങ്കിൽ, സൂ ആണല്ലോ സൂവിൻ്റെ ഫ്രണ്ടായിട്ടുള്ള ടോമിനെയൊക്കെ കൂടെ അയക്കുന്നത്. സോ മേ ബി സൂ ആണ് ഇതെല്ലാം പ്ലോട്ട് ചെയ്തത് എന്നൊരു തോട്ട് വരാം. പക്ഷെ മരിക്കുന്നതിന് മുന്നേ സൂ ക്യാരിയുടെ അടുത്ത് എത്തിയിട്ട് അത് പറയുന്നുണ്ട്, ഞാനല്ല, എനിക്ക് പ്രാങ്കിൽ ഒരു പങ്കുമില്ല, ഐ വാസ് ഇന്നസെൻ്റ്, ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഹെൽപ്പ് യു ഔട്ട് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ആ ഒരു ഇത് പറഞ്ഞിട്ട് സൂ ക്യാരിനോട് കാണിച്ച സ്നേഹം ആത്മാർത്ഥമായിരുന്നു എന്ന് അറിഞ്ഞിട്ടാണ് ക്യാരി മരിക്കുന്നത്. അത് അറ്റ്ലീസ്റ്റ് ദാറ്റ് ഈസ് സം സോർട്ട് ഓഫ് എ ക്ലോഷർ ഫോർ ഹർ. ആരെങ്കിലും ഒരു വ്യക്തിയെങ്കിലും തനിക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്തിരുന്നു എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ക്യാരി മരിച്ചു പോകുന്നത്. ദ ടൗൺ ഈസ് ഡെവസ്റ്റേറ്റഡ് ആൻഡ് സർവൈവേഴ്സ് സ്ട്രഗിൾ വിത്ത് ഗിൽറ്റ്. സോ കുറേ നൂറുകണക്കിന് ആൾക്കാർ മരിച്ചു. ബാക്കിയുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ആ ഒരു ഗിൽറ്റ് വരാൻ തുടങ്ങി. ഇവരെല്ലാവരും ചേർന്നാണ് ഈ ഒരു പെൺകുട്ടിയെ, ഇത്രയും നിലം മറന്ന ആ ഒരു കൺട്രോൾ പോകുന്ന ലെവലിലേക്ക് ഒരു പെൺകുട്ടിയെ പിന്നീട് അവർ വിശ്വസിക്കുന്ന പൊസസ്ഡ് ആക്കി എന്നുള്ളൊരു രീതിയിലാണ്. അങ്ങനെ ആ നാട്ടിലെ ബാക്കി സർവൈവേഴ്സിനെല്ലാം ഒരു ഗിൽറ്റാണ് പിന്നീട് ഉണ്ടായത്. അവർ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന്. The novel ends with a report on telekinesis and a woman writing about her infant daughter's similar abilities. സോ നോവൽ തീരുന്നിടത്ത് ഒരു കത്ത് എഴുതുന്ന ഒരു സ്ത്രീയും പിന്നീട് ഇതിനെ പറ്റിയിട്ടൊരു റിപ്പോർട്ടും, ടെലികൈനസിസ് എന്താണ്, ഇതൊരു എന്താണ് പ്രേതത്തിൻ്റെ ഒരു പൊസഷനിൽ നിന്ന് വരുന്നതല്ല, ചില ആൾക്കാർക്ക് എനർജി വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണെന്ന് പറയുന്ന ഒരു റിപ്പോർട്ടും വരുന്നുണ്ട്. മാത്രമല്ല വേറൊരു സ്ത്രീ തൻ്റെ ഇൻഫൻറ്റ് എന്ന് പറയുമ്പോൾ കുഞ്ഞിന് ചെറിയൊരു ടോഡ്ലർ കൈൻഡ് ഓഫ് കുട്ടി, അതിനും ഇങ്ങനത്തെ പവർ കാണുന്നുണ്ട് എന്ന് എഴുതുന്നുണ്ട്. സോ ദിസ് മീൻസ് ദാറ്റ് പീപ്പിൾ ആർ നൗ മോർ ഓപ്പൺ ടുവേർഡ്സ് ചേഞ്ചസ്, അല്ലെങ്കിൽ അൺനോൺ ആയിട്ടുള്ള കാര്യങ്ങളിൽ ആൾക്കാർ
ആദ്യമേ അതൊരു പ്രേതമാണ്, പ്രേതബാധയാണ് അങ്ങനെയൊന്നും വിചാരിക്കാണ്ട് ഓക്കെ ഇനി ഇതിനെ പറ്റിയിട്ട് മനസ്സിലാക്കണം എന്നുള്ള രീതിയിൽ ഒരു സ്ത്രീ എഴുതുന്നുണ്ട്. സോ അറ്റ്ലീസ്റ്റ് ക്യാരിയുടെ ആ ഒരു പ്രവൃത്തിയിൽ അല്ലെങ്കിൽ ഒരു ജീവിതം കൊണ്ട് ഇനി ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ടാലൻ്റ് അല്ലെങ്കിൽ പവേഴ്സ് ഉള്ള ആൾക്കാരെ ഒരു പോസിറ്റീവ് ലൈറ്റിൽ കാണാനുള്ളൊരു സാധ്യതയും പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അങ്ങനെയാണ് നോവൽ തീരുന്നത്. ഇതിൽ ഏറ്റവും നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ സ്റ്റോറി വൈസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. തീംസ് നോക്കാം. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് തീംസ് നോക്കി പോവാം. ഫസ്റ്റ് തീം വിൽ ബി bullying and revenge. Carrie is relentlessly bullied, leading her to seek revenge in a catastrophic way. The novel highlights the consequences of cruelty and social ostracization. സോ ഒരു വ്യക്തിയെ നമ്മൾ ബുള്ളി ചെയ്യുന്നത്, അതായത് ഉപദ്രവിച്ച് ഒരു കാര്യവുമില്ല, അവരുടെ ഒരു വേ ഓഫ് അപ്പിയറൻസ്, ലുക്ക്, സ്റ്റൈല് അതിനെയൊക്കെ പറ്റിയിട്ട് വെറുതെ ഏറ്റവും കൂടുതൽ ഒരു മൊമെൻറ്റ് പോലും സമാധാനം കൊടുക്കാണ്ട് ആ കുട്ടിയെ എല്ലാവരും ബുള്ളി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതെല്ലാം സഹിച്ച് അവസാനം പൊട്ടിത്തെറിച്ചപ്പോൾ അത് വലിയൊരു കറ്റാസ്ട്രഫി, ഒരു ദുരന്തത്തിലേക്കാണ്, ആ നാടിനെ തന്നെ ഒരു ദുരന്തത്തിലേക്കാണ് അത് കൊണ്ടുപോയത്. സോ ആ ഒരു ക്രൂവൽറ്റിയുടെയും സോഷ്യൽ ഓസ്ട്രൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ നമ്മൾ ഒറ്റപ്പെടുത്തുന്നത്, ഇതിൻ്റെയൊക്കെ ഒരു ഭവിഷ്യത്തുകൾ ഒരു തീമായിട്ട് വരുന്നുണ്ട്. ദെൻ വി ഹാവ് റിലീജിയസ് ഫെനറ്റിസിസം. മാർഗരറ്റ് വൈറ്റ് എന്ന് പറയുന്ന നമ്മുടെ ക്യാരിയുടെ അമ്മയ്ക്ക് ആ ഒരു റിലീജിയസ് ബിലീഫ്, മോൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അതിനെ ലവ് ചെയ്യാനോ അക്സെപ്റ്റ് ചെയ്യാനോ അല്ല, പകരം അവളെ ഷെയിം ചെയ്യാനും നീ മോശപ്പെട്ടവളാണെന്ന് പഠിപ്പിക്കാനുമായിരുന്നു ആ അമ്മയ്ക്ക് താല്പര്യം. സോ ആ ഒരു കാര്യം വരുന്നുണ്ട്. സോ ദിസ് തീം ക്രിട്ടിക്സ് ദി ഡേഞ്ചേഴ്സ് ഓഫ് ഒപ്രസീവ് റിലീജിയസ് എക്സ്ട്രീമിസം. സോ അല്ലെങ്കിൽ റിലീജിയനിലുള്ളൊരു ബിലീഫ് എന്ന് പറയുന്നത് ഒരു ലിമിറ്റിനാവാം, അതിനപ്പുറത്തേക്ക് പൊക്കഴിഞ്ഞാൽ അതൊരു ഭ്രാന്ത് പിടിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് പോകും. സോ ഇപ്പോൾ അല്ലെങ്കിൽ അത്രയും റിലീജിയൻ വിശ്വസിച്ചിരുന്ന ആ സ്ത്രീക്ക് അവസാനം മരിക്കേണ്ടി തന്നെ വന്നു. അത് ഒരു തീമായിട്ട് വരുന്നുണ്ട്. കമ്മിങ് ഓഫ് ഏജ് ആൻഡ് ഫീമെയിൽ ഐഡൻറ്റിറ്റി. ക്യാരീസ് ഫസ്റ്റ് പീരീഡ് സിംബലൈസസ് ഹർ ട്രാൻസിഷൻ ഇൻ ടു വുമൻഹുഡ് വിച്ച് ടെറിഫൈസ് ബോത്ത് ഹർ ആൻഡ് ഹർ മദർ. സോ ഈ ഒരു കമ്മിങ് ഓഫ് ഏജ് എന്ന് പറയുന്നൊരു സാധനം, അല്ലെങ്കിൽ ഒരു പ്രായം, ഒരു വളർച്ച എത്തുന്നതും ഫീമെയിൽ ഐഡൻറ്റിറ്റിയുടെ ആദ്യത്തെ ഒരു കാര്യമായിട്ട് ഇതിൽ പറഞ്ഞേക്കുന്നതാണ് ആദ്യത്തെ പീരീഡ് കിട്ടുന്നത്. അപ്പോൾ ആ പീരീഡ്സ് വരുന്ന സമയത്ത് ഈ കുട്ടിക്ക് പിന്നെ അതൊരു പെൺകുട്ടി എന്നുള്ളത് മാറി ഒരു സ്ത്രീ എന്നുള്ളൊരു രീതിയിലേക്ക് വരുന്നത് ആ കുട്ടിക്കും ടെറിഫയിങ് ആയിരുന്നു. ക്യാരിയുടെ അമ്മയായിട്ടുള്ള മാർഗരറ്റിനും അത് ടെറിഫയിങ് ആയിരുന്നു. എന്നാൽ അതൊരു ടെറിഫയിങ് കാര്യമല്ല, അതൊരു പോസിറ്റീവ് ആസ്പെക്റ്റ് ഉള്ളൊരു കാര്യമാണ്. ദിസ് ഈസ് ഹൗ ഇറ്റ് ഹാപ്പൻസ് എന്ന് പറഞ്ഞ് ആ കുട്ടിയെ സമാധാനിപ്പിക്കാൻ അമ്മ ശ്രമിച്ചിട്ടില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളൊന്നും വരത്തില്ലായിരുന്നു. Power and control. Carrie's telekinesis represents her attempt to gain control over her life after being powerless for so long. However, her inability to manage her powers leads to destruction. സോ ഒരു പവർ എന്ന് പറയുന്നത് ലൈഫിൽ ഒരിക്കലും ക്യാരിക്ക് സ്വന്തമായിട്ടൊരു പവറേ കിട്ടിയിട്ടില്ല. ഇടുന്ന ഡ്രസ്സാവട്ടെ, സംസാരിക്കുന്ന ആൾക്കാരാവട്ടെ, സംസാരിക്കുന്ന രീതി ആവട്ടെ, എല്ലാം മോണിറ്റേർഡ് ആയിരുന്നു. അമ്മ എപ്പോഴും വഴക്ക് പറയുക, ഷെയിം ചെയ്യുക, കൂട്ടുകാർ ബുള്ളി ചെയ്യുക, അതിൽ നിന്നും മാറി സ്വന്തമായിട്ടൊരു പവർ കിട്ടിയപ്പോഴത്തേക്കും ആ പവർ അതിൻ്റെ എക്സ്ട്രീമിൽ ക്യാരി യൂസ് ചെയ്യുന്നുണ്ട്. പ്രശ്നം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു പവറിനെ കൺട്രോൾ ചെയ്യേണ്ടത് എന്ന് അറിയാത്തത് കൊണ്ടാണ് ആ കുട്ടിക്കും അവസാനം ഒരു സെൽഫ് ഡിസ്ട്രക്ഷനിലോട്ട് പോകേണ്ടി വന്നത്. Then isolation and loneliness. Carrie's lack of friends and emotional support leaves her vulnerable to bullying and manipulation. Her isolation fuels her eventual breakdown. സോ ഒരു ഐസൊലേഷനും ലോൺലിനെസ്സും ആരും കൂട്ടില്ല, ഈ ഒരു ബുള്ളിങ് മാത്രം ഉണ്ടായിരുന്നു. മേ ബി സൂസനിൽ ആദ്യമേ ഒരു നല്ല ഫ്രണ്ടായിട്ട് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്രയും ഒരു ദുരന്ത അവസ്ഥയിലേക്ക് ക്യാരി പോകത്തില്ലായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു ഇമോഷണൽ സപ്പോർട്ട്, അത് പാരൻസിൻ്റെ ഭാഗത്തു നിന്നായാലും ഫ്രണ്ട്സിൻ്റെ ഭാഗത്തു നിന്നായാലും കിട്ടേണ്ട സമയത്ത് കിട്ടിയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ലൈഫ് കൈവിട്ട് പോകും, ഒരു ബ്രേക്ക് ഡൗണിലോട്ട് തന്നെ ആൾക്കാർ എത്തിച്ചേരും. അപ്പോൾ 5 തീംസ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ബുള്ളിങ് ആൻഡ് റിവെഞ്ച്, റിലീജിയസ് ഫാനറ്റിസിസം, കമ്മിങ് ഓഫ് ഏജ് ആൻഡ് ഫീമെയിൽ ഐഡൻറ്റിറ്റി, പവർ ആൻഡ് കൺട്രോൾ, ഐസൊലേഷൻ ആൻഡ് ലോൺലിനെസ്. ഇനി നോവൽ ആയതുകൊണ്ട് തന്നെ ക്യാരക്ടർ സ്കെച്ച് അല്ലെങ്കിൽ ക്യാരക്ടർ അനാലിസിസിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ആരാണ്? ക്യാരി വൈറ്റ് തന്നെയാണ്. ഷീസ് എ ഷൈ, ഓക്വേർഡ് ആൻഡ് ഡീപ്ലി ഇൻസെക്യൂർ 16-year-old ഗേൾ ഹു ഹാസ് ബീൻ ബുള്ളിഡ് ഓൾ ഹർ ലൈഫ്. സോ ജീവിതത്തിലുടനീളം 16 വയസ്സ് വരെ ജീവിച്ചിരുന്നു. അത്രയും നാളും ആൾക്കാരാൽ ഉപദ്രവിക്കപ്പെട്ട ഒരു പെൺകുട്ടിയായിരുന്നു. ഷീ ഈസ് റേസ്ഡ് ബൈ ഹർ ഫെനാറ്റിക്കലി റിലീജിയസ് മദർ. ഷീ ഹാസ് ലിറ്റിൽ നോളജ് ഓഫ് ദ വേൾഡ് ആൻഡ് ഈസ് സോഷ്യലി ഐസൊലേറ്റഡ്. സോ
ഈ അമ്മയുടെ ഒരു തടവിൽ തന്നെയാണ് ഈ കുട്ടി ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പുറത്ത് എന്താണ് നടക്കുന്നത്, ആൾക്കാർ സോഷ്യലി എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊന്നും അറിയാണ്ടാണ് ഈ കുട്ടി വളർന്നു വരുന്നത്. Her discovery of her telekinetic powers gives her a sense of control, but her emotional instability leads to disaster. Carrie's tragic arc from victim to vengeful destroyer makes her both sympathetic and terrifying. സോ ഒരിക്കൽ ഈ കുട്ടി ആരായിരുന്നു, എല്ലാവരും ഉപദ്രവിക്കുന്നത് കൊണ്ട് നമുക്കൊരു സിമ്പതി തോന്നിയിരുന്ന ഒരു ആളിൽ നിന്നും പെട്ടെന്ന് ആൾക്കാരെ കൊല്ലുന്ന ഒരു ലെവലിലേക്ക് മാറുകയാണ്. അപ്പോൾ നമുക്ക് തോന്നിയ ഒരു സിമ്പതി പിന്നീട് വായിക്കുന്ന വായനക്കാർക്ക് പോലും പേടിയുളവാക്കുന്ന ഒരു രീതിയിലേക്കുള്ള ഒരു ക്യാരക്ടർ ആർക്കാണ് ക്യാരി വൈറ്റിന് സംഭവിക്കുന്നത്. ഡെസ്പൈറ്റ് ഹർ പവേഴ്സ് ഷി അൾട്ടിമേറ്റ്ലി ജസ്റ്റ് വാണ്ട്സ് ലവ് ആൻഡ് അക്സെപ്റ്റൻസ്. സോ എത്ര പവറുള്ള ആളാണ്, നൂറുകണക്കിന് ആൾക്കാരെ കൊന്നു കളഞ്ഞൊരു കുട്ടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അൾട്ടിമേറ്റ്ലി അവസാനമായിട്ട് ഈ കുട്ടിക്ക് വേണ്ടിയിരുന്നത് എന്ത് മാത്രമാണ്, സ്നേഹവും സ്വീകാര്യതയും. ആൾക്കാർ സ്വീകരിക്കണം ആസ് ഹൗ ഷീ ഈസ്. ആ ഒരു രീതിയിൽ ആൾക്കാർ സ്നേഹിക്കുകയും അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നുവെങ്കിൽ ക്യാരി വൈറ്റിന് ഇങ്ങനെയൊരു ദുരന്തം സംഭവിക്കില്ലായിരുന്നു. ഇനി അമ്മയായിട്ടുള്ള മാർഗരറ്റ് വൈറ്റ്. ക്യാരീസ് അബ്യൂസീവ് മദർ. ഷീ ഈസ് എ റിലീജിയസ് എക്സ്ട്രീമിസ്റ്റ് ഹൂ സീസ് സിൻ ഇൻ എവറിത്തിങ്, എസ്പെഷ്യലി ഇൻ ഹർ ഡോട്ടേഴ്സ് ഗ്രോയിങ് മെച്യൂരിറ്റി. സോ എല്ലാം തെറ്റാണ്. അപ്പോൾ പ്രത്യേകിച്ച് മോള് മെൻസ്ട്രേഷൻ ആയി എന്നറിഞ്ഞപ്പോഴത്തേക്കും അതാണ് ഏറ്റവും വലിയൊരു പാപമായിട്ട് ഈ സ്ത്രീ കാണുന്നത്. She isolates Carrie from society, instilling fear and guilt in her. Margaret's refusal to acknowledge normal human development like menstruation contributes to Carrie's trauma. സോ വളരെ നോർമലായിട്ട് ഒരു പെൺകുട്ടിക്ക് സംഭവിക്കുന്ന മെൻസ്ട്രേഷനെ പോലും ഇവർ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല. ഇതെല്ലാമാണ് ക്യാരിയുടെ ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റിന് തന്നെ പ്രശ്നങ്ങളുണ്ടാകുന്നതും ട്രോമറ്റൈസ്ഡ് ആക്കാൻ കാരണവും. In the end, her belief that Carrie is possessed leads her to attempt murder, but she is killed by Carrie instead. സോ അവസാനം മോള് പൊസസ്ഡ് ആണ് എന്ന് തോന്നിയിട്ട് ആലോചിച്ച് നോക്കണം. വളരെ റിലീജിയസ് ബിലീഫുള്ള ദൈവത്തിൽ വിശ്വസിക്കുന്ന ഈ സ്ത്രീ സ്വന്തം മോളെ തന്നെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. സോ അവിടെ ഒരു ക്വസ്റ്റ്യനബിൾ ക്യാരക്ടറായിട്ടാണ് അവസാനിക്കുന്നത്. അവസാനം മോളുടെ കൈകൊണ്ട് തന്നെ മാർഗരറ്റ് മരിച്ചും പോകുന്നുണ്ട്. സൂസനിൽ കുറച്ചൊരു മൈനർ ക്യാരക്ടർ തന്നെയാണ്, പക്ഷേ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആകെപ്പാടെ ക്യാരിനോട് കുറച്ചെങ്കിലും ഒരു സ്നേഹം കാണിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു സൂസനൽ. ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ടോമീനെ കൊണ്ട് ക്യാരിനെ പ്രോമിലേക്ക് ഇൻവൈറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. പിന്നീടാണ് മനസ്സിലാവുന്നത് അവിടെ ഈ ദുരന്തങ്ങളൊക്കെ നടന്നു എന്നും പറഞ്ഞ് പിന്നെ അവിടെ എത്തിയിട്ട് അപ്പോളജൈസ് ചെയ്യുന്നുണ്ട്. ദെൻ വി ഹാവ് ക്രിസ് ഹാങ്കർസ്റ്റൈൻ. ഇതാണ് നമ്മുടെ നോവലിൻ്റെ മെയിൻ ആയിട്ടുള്ള ആൻറ്റഗണിസ്റ്റ്. പുള്ളിക്കാരിയാണ് എപ്പോഴും ബുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്യാരിനെ എപ്പോഴും ബുള്ളി ചെയ്യുന്നുണ്ട്. ഓൾസോ ആ ഒരു മെൻസ്ട്രേഷൻ ടൈമിലും കളിയാക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിഗിൻ്റെ ബ്ലഡ് ഒഴിക്കുന്ന ആ ഒരു ക്രൂവലായിട്ടുള്ള പ്രാങ്കും പ്ലോട്ട് ചെയ്യുന്നത് ക്യാരിയാണ്. ക്യാരി അല്ല, ക്രിസ്സാണ് ക്യാരിനെതിരായിട്ട്. സോ എങ്ങനെയാണ് മരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരെയും ക്യാരി കാർ എടുത്തെറിഞ്ഞാണ് രണ്ടുപേരെയും കൊല്ലുന്നത്. ദെൻ ടോമി സൂവിൻ്റെ ബോയ് ഫ്രണ്ടാണ്. കുറച്ചൊരു കൈൻഡ്നെസ് കാരണം ക്യാരീനെ പ്രോമിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു എന്താ പറയുക, പ്രോമിനിടയ്ക്ക് വരുന്ന പ്രശ്നത്തിൻ്റെ ഇടയ്ക്ക് കുറേ ആ ബക്കറ്റ് ദേഹത്ത് വീണിട്ടാണ്, പിഗിൻ്റെ ബ്ലഡ് കൊണ്ടുവന്ന ബക്കറ്റ് ദേഹത്ത് വീണിട്ട് ടോമി മരിക്കുന്നുണ്ട്. ടോമി മരിക്കുവാണ്. സൂ മാത്രമാണ് അവസാനം രക്ഷപ്പെടുന്നത്. ദെൻ വി ഹാവ് ഡെസ്ജാർഡിൻ ഓർ മിസ് റീത്ത. ജിം ടീച്ചറാണ്. ആ കുട്ടികളെ ഒരു പ്ലോട്ടിലൊരു ട്വിസ്റ്റ് കൊണ്ടുവരുന്ന ഒരാളാണ് ഈ സ്ത്രീ, അല്ലെങ്കിൽ ഈ ഒരു ടീച്ചറാണ് ഇവരെ പ്രോമിലേക്ക് ബാൻ ചെയ്യുന്നതൊക്കെ. ദെൻ ബില്ലി വളരെ ഒരു മൈനർ ക്യാരക്ടറാണ്. ആ ബ്ലഡ് കൊണ്ടുവരാൻ സഹായിച്ചത് ബില്ലിയാണ്. സോ ഇത്രയുമാണ്. ഓൾസോ ഹീ ഈസ് ഓൾസോ കിൽഡ് വൺ ക്യാരി മേക്സ് ഹിസ് കാർ ക്രാഷ്. ഇത്രയുമാണ് ഈ കഥയ്ക്കകത്തുള്ളത്. വളരെ വായിക്കുമ്പോഴേക്കും ഒത്തിരി ഡിസ്റ്റർബിങ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. സോ ഇത്രയും തീംസും ഇതാണ് കഥ, ഇതാണ് ക്യാരക്ടർ അനാലിസിസും വരുന്നത്. ഐ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ് എവറിത്തിങ് അബൌട്ട് ദി സ്റ്റോറി. താങ്ക് യു.